കൊച്ചിയിൽ MDMA-യുമായി യൂട്യൂബറായ യുവതി അറസ്റ്റിലായ കേസ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും നീങ്ങുകയാണ്. റിൻസി മുംതാസ് വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റ് ലഹരി ഇടപാടുകളുടെ കേന്ദ്രമെന്ന് കണ്ടെത്തി. സിനിമാ മേഖലയിലുള്ളവർ ഇവിടെ നിരന്തരം എത്തിയിരുന്നതായാണ് സംശയം. സുഹൃത്ത് യാസറിന് ലഹരി എത്തിക്കാൻ റിൻസി പണം നൽകിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. SS ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. SS ശരൺ, ഗുഡ് മോർണിംഗ്. റിൻസി ഒരു ചെറിയ മീനല്ല, പലരെയും കൂട്ടിയിണക്കുന്ന ഒരു സ്രാവാണെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? എങ്ങനെയായിരുന്നു ഇവരുടെ ലഹരി ഇടപാടുകൾ? സുജയ, ഗുഡ് മോർണിംഗ്. എന്തായാലും റിൻസി മുംതാസ് എന്നുള്ളത് ഒരു ചെറിയ മീനല്ല, ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്ന കഥാപാത്രമാണെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. റിൻസി യൂട്യൂബറാണ്. ഇതിന് പുറമെ തന്നെ സിനിമാ പ്രൊമോഷൻ രംഗത്തും സജീവമാണ്. നിരവധി സിനിമകൾക്ക് വേണ്ടി അവർ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മറവിൽ ഈ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ അങ്ങനെയുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സിനിമ ബന്ധത്തിലേക്ക് കൂടി ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റിൻസിയെയും സുഹൃത്തായ യാസറിനെയും പാലച്ചൂട്ടിലെ ഫ്ലാറ്റ് നിന്ന് ഡാൻസർ സംഘം പിടികൂടുന്നത്. അപ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്നത് 20 ഗ്രാം MDMA ആണ്. അത് വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നതാണ്. പിന്നീട് അന്വേഷണം നടത്തിയ ശേഷം ഇപ്പോൾ പോലീസ് സംഘം പറയുന്നത് ഈ 10 മാസങ്ങൾക്ക് മുമ്പാണ് റിൻസി ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിരുന്നത്. അതിനുശേഷം ഈ പലപ്പോഴായിട്ട് യാസറിന് പണം നൽകുന്നു. അങ്ങനെ ഫണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടേക്ക് ലഹരി എത്തിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ വലിയ തോതിൽ ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിനെ ലഹരി ഇടപാടുകളുടെ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിനിമാ മേഖലയിലുള്ള ആളുകൾ നിരന്തരം ഈ ഫ്ലാറ്റിലേക്ക് എത്തിയിരുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് പോലീസിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ കസ്റ്റഡിയിലുണ്ടായിരുന്ന യാസറിനോടും ഈ റിൻസിയോടും ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി പറയാൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ അന്വേഷണത്തോട് സഹകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിനപ്പുറം ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ പലതരത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഒന്ന്, ഇവരുടെ CDR വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആരുമായിട്ടാണ് ഇടപാടുകൾ നടത്തിയതെന്നുള്ള കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന് പുറമെ തന്നെ ഈ ഫ്ലാറ്റിൽ നിത്യ സന്ദർശകരായിരുന്ന ആളുകളെ കണ്ടെത്താൻ ആ സന്ദർശക ലിസ്റ്റ് അടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ 2 പേരും റിമാൻഡിലാണ് ഉള്ളത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്നുള്ളത് കൂടിയാണ് നിലവിൽ തൃക്കാക്കര പോലീസ് പറയുന്നത്. പുതിയ വിവരങ്ങളാണ് യൂട്യൂബർ പ്രതിയായ MDMA കേസിൽ ഇപ്പോൾ SS ശരൺ പങ്കുവച്ചത്. അപ്പോൾ SS ശരൺ, ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ പ്രഭാതം കൂടുതൽ പ്രസരിപ്പുള്ളതാകട്ടെ.